ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ പരിശുദ്ധാത്മ നദിയെപ്പറ്റിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 7:37, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരിക എന്ന്. ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളമല്ല, സമരിയാസ്ത്രീക്ക് കൊടുത്ത ആ ജീവജലം. ആമേൻ. ജീവൻ്റെ വെള്ളമാണ് യേശു പറയുന്നത്. അങ്ങനെ നിങ്ങൾ കുടിച്ചാൽ അതൊരു നദിയായി മാറും. ആ നദി നിങ്ങളിൽ നിന്ന് ഒഴുകും. ആമേൻ. നിങ്ങളൊരു തടാകമല്ല, നിങ്ങളൊരു നദിയാണ്. കെട്ടിക്കിടക്കാൻ പാടില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് സ്മെല്ലുണ്ടാകും, ദുർവാസനയുണ്ടാകും. പക്ഷേ അത് ഒഴുകിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ഉള്ളെല്ലാം വിശുദ്ധമാകും. അത് മറ്റുള്ളവരിലേക്കും. നിങ്ങൾ പോകുന്ന വഴി എവിടെയാണ്, പട്ടണത്തിലേക്കാണെങ്കിൽ, റോഡിലേക്കാണെങ്കിൽ, മാർക്കറ്റിലാണെങ്കിൽ, നിങ്ങൾ എവിടെ സഞ്ചരിക്കുന്നു അവിടെയെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കണം. ആ സ്നേഹനദി ഒഴുകിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ മുഖത്തൊരു സന്തോഷ നദി ഒഴുകണം. നിങ്ങൾ സമാധാന പ്രിയരായിരിക്കണം. സമാധാന നദി ഒഴുകണം. നിങ്ങൾ വരുന്നത് നല്ലതാണ് എന്ന് പറയണം. എല്ലാവരും കാലുകുത്തുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ കരുണയുണ്ടാകണം. യേശു സഞ്ചരിച്ച്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സഞ്ചരിച്ച് എല്ലായിടത്തും നന്മ പ്രവൃത്തി ചെയ്തു എന്നാണ് പറഞ്ഞ്. ദുരാത്മാക്കളെയൊക്കെ പുറത്താക്കിയെന്നാണ് പറഞ്ഞ്, അവരെ സൗഖ്യമാക്കിയെന്നാണ് പറഞ്ഞ്. എല്ലാം നന്മ പ്രവൃത്തി മാത്രമേ ചെയ്യുള്ളൂ. പരിശുദ്ധാത്മ നദി വരുമ്പോൾ എന്താണ്? നമ്മൾ നന്മ പ്രവൃത്തി ചെയ്യും. മറ്റുള്ളവരോട് കരുണ കാണിക്കും. മറ്റുള്ളവരോട് കനിവാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ കണ്ണുകൾ, യേശുവിൻ്റെ മനസ്സ്, യേശുവിൻ്റെ ഹൃദയം നമുക്ക് കിട്ടും. അതാണ് ആത്മാവിൻ്റെ നദി നമ്മളിൽ വരുത്തുന്ന പരിവർത്തനം. അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ടു, എസേക്കിയേൽ 47-ാം അധ്യായത്തിൽ ദൈവദൂതൻ വന്ന് ആലയത്തിലെ ആ വെള്ളം ഇങ്ങനെ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ആലയം നമ്മളാണ്, നമ്മുടെ ശരീരമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയം. അവിടെ ബാഹ്യമായിട്ടാണെങ്കിൽ ഇപ്പം എല്ലാം വിശ്വാസത്താലാണ്. ഇപ്പം എല്ലാം നമ്മളോടാണ് കണക്ട് ചെയ്യുന്നത്. പഴയ നിയമത്തിലെ ബാഹ്യമായിട്ടാണ്, എല്ലാം എക്സ്റ്റേണലായിരുന്നു. we don't walk by faith, we don't walk by sight, we walk by faith. നമ്മൾ കാഴ്ചയാലല്ല, നമ്മൾ വിശ്വാസത്താലാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആദ്യം അളന്നപ്പോൾ എത്രയാണ്? നരിയാണികൾ, അതായത് പാദത്തോളം എത്തിയെന്ന്. അത്രയേ ഉള്ളൂ വളർച്ച. ആത്മീയ ജീവിതത്തിലെ വളർച്ചയാണ് കാണിക്കുന്നത്. പിന്നെ അളന്നപ്പോൾ 1000 മുഴ അളന്നപ്പോൾ മുട്ടോളമായി. പിന്നെ 1000 അളന്നപ്പോൾ അത് അരയോളമായി. പിന്നെ 1000 മുഴ അളന്നപ്പോൾ അത് നീന്തിയിട്ടല്ലാതെ വലിയൊരു നദിയായി, കടക്കാൻ വയ്യാത്ത ഒരു നദിയായി. ആമേൻ. അങ്ങനെ ഒരു നീന്തലിൻ്റെ ഒരു അനുഭവം, അങ്ങനെയുള്ള ഒരു സന്തോഷ നദിയിലാണ് നമ്മൾ കുളിക്കേണ്ടത്. ദൈവത്തിന് അതാണ് ഇഷ്ടം. പരിശുദ്ധാത്മാവിൽ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വളരണം. വിശ്വാസത്തിലും വിശുദ്ധിയിലും എല്ലാം വളരണം. കൊടുക്കൽ വാങ്ങലെല്ലാം കൊടുക്കുന്നതിൽ നമ്മൾ വളരണം. ആമേൻ. വി ഷുഡ് നോട്ട് ബി സ്റ്റിഞ്ചി. കഞ്ചൂസാകാൻ പാടില്ല. നമ്മൾ കൊടുക്കണം. കൊടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ അമർത്തി കുലുക്കി കവിയോര് മാറാൻ തരുന്നത്. ഹിൽ ബി പ്രസ് ഡൗൺ ആൻഡ് റണ്ണിങ് ഓവർ വിൽ ബി poured into your heart എന്ന്. ഗിവ് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ. അങ്ങനെയാണ് ദൈവം തരുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതുപോലെ നമ്മൾക്ക് ഇരട്ടി ദൈവം തരും. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും, അല്ലേ? സന്തോഷം വിതച്ചാൽ അത് കൊയ്യും, അല്ലേ? ദുഃഖം വിതച്ചാൽ കണ്ണീര്, ഈർഷ്യ, കോപം വിതച്ചാൽ കോപം തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമ്മൾ കൊയ്യും, അല്ലേ? നമ്മൾ സ്വർണം വിതച്ചാൽ, സ്വർണം ദൈവത്തിന് കൊടുത്താൽ നമുക്ക് സ്വർണം കിട്ടും. കാശ് ദൈവത്തിന്, സ്ഥലം കൊടുത്താൽ സ്ഥലം കിട്ടും. വീട് കൊടുത്താൽ വീട് കിട്ടും. ഇങ്ങനെ കെട്ടിടങ്ങൾ കൊടുത്താൽ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്താൽ അത് കിട്ടും. പണം കൊടുത്താൽ പണം തരും. അതാണ് ദൈവത്തിൻ്റെ നീതി. അതാണ്, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം. ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഈ നദി ചെന്ന് ഒഴുകുന്നിടത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. എസേക്കിയേൽ 47-ന്റെ 8-ാം വാക്യം പറയുന്നു, ഈ വെള്ളം, അല്ലേ, ഇപ്പോൾ ഒരു നദിയായല്ലോ, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അറാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയി വീഴുന്നത്? കടലിലാണ്. ഈ നദിയെല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണ്? ഒഴുകി എവിടെയാണ് പോണേ? കടലിലേക്ക് വീഴുന്നു. കടൽ യേശുവാണ്. നമ്മൾ നദിയാണ്, കടൽ യേശുവാണ്. നമ്മളെല്ലാം അലിഞ്ഞു ചേരുന്ന എവിടെയാണ്? യേശുവിലേക്കാണ്. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളമെല്ലാം ഹീലാകുന്നു, പഥ്യമാകുന്നു. മീൻസ് all the water will be clean. There is a healing that happens. നമ്മൾ ഒഴുകുന്നിടത്തെല്ലാം സൗഖ്യമുണ്ടാകണം. യേശു അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, നസറനായ യേശു, ജീസസ് ഓഫ് നാസറത്ത്, went everywhere filled with the Holy Spirit and he cast out demons and he started doing good എന്ന്. എല്ലായിടത്തും പോയി നന്മ പ്രവൃത്തി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴുകുന്നിടത്തെല്ലാം ഇരുട്ടുള്ളിടത്ത്
അവിടെ വെളിച്ചം പരത്തും. ആമേൻ. എല്ലാം പഥ്യമാകും, ഹീലിംഗ് ആകുമെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സ് മുറിഞ്ഞ്, എത്ര പേരാണ് ബ്രോക്കൺ ഹാർട്ടഡ് അല്ലേ, തകർന്ന ഹൃദയമുള്ളവരുണ്ട്. മനസ്സ് ആരും രക്ഷിക്കാനില്ലാതെ അങ്ങനെയുണ്ട്, തകർന്നവരുണ്ട്. ഞാനിനി എന്തിനാ ജീവിക്കുന്നത്, പ്രത്യാശ നശിച്ചവരുണ്ട്, നിരാശയിലുള്ളവരുണ്ട്, ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ നടക്കുന്നവരൊക്കെയുണ്ട്. അവരെയൊക്കെ ഹീൽ ചെയ്യാനാണ് നമുക്ക് ഈ പരിശുദ്ധാത്മ നദി തന്നിരിക്കുന്നത്. യേശു അതാണല്ലോ ചെയ്തത്. കണ്ണുനീർ തുടച്ചു, യേശു സൗഖ്യം കൊടുത്തു, യേശു കുരുടന് കാഴ്ച നൽകി, ചെവിടിന് കേൾവി നൽകി. അങ്ങനെ എല്ലാം കർത്താവ് നന്മ പ്രവൃത്തി തന്നെ. എവിടെയൊക്കെ ആവശ്യമുണ്ടോ, എവിടെയൊക്കെ ഭൂതങ്ങൾ പിടിച്ചവരെ ഭൂതങ്ങൾ അലറി ഓടി യേശുവിൻ്റെ നാമത്തിൽ യേശു പറഞ്ഞപ്പോൾ അവരെ ആട്ടി ഒഴിച്ചപ്പോൾ ആ ഭൂതങ്ങളൊക്കെ വിട്ടുപോയി. അങ്ങനെ അവർക്ക് സൗഖ്യം കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. കർത്താവ് അതാണ് നമ്മളോട് പറയുന്നത്. ആമേൻ. സോ the river when it flows, healing will happen. Wherever you go, there'll be healing. ഒക്കെ നമ്മളൊരു ഡോക്ടറാണ്. യേശു പരമവൈദ്യനാണ്. യേശു ഡോക്ടർ ഓഫ് ഡോക്ടേഴ്സാണ്, ഹെവൻലി ഫിസിഷ്യനാണ്. നമ്മളും ഡോക്ടറായിരിക്കണം. നമ്മളും മറ്റുള്ളവരുടെ ഹൃദയം മുറിവുകൾ ഉണക്കുന്നവരായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. അതാണ്, നമ്മൾ ഡോക്ടറാണ്. ആമേൻ. കർത്താവ് നമ്മളെ അപ്രകാരമാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ആ നദി ഒഴുകുമ്പോൾ എല്ലായിടത്തും വെളിച്ചം പരത്തും. നമ്മൾ പോകുന്നിടത്തെല്ലാം വെളിച്ചം വിതറും, സമാധാനം വിതറും, സന്തോഷം വിതറും. നമ്മളങ്ങനെ വിതയ്ക്കും. അങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ ഗുണശേഷം. എത്ര പേരുണ്ട് അങ്ങനത്തെ ഈ ക്വാളിറ്റീസ്, ഈ വിശേഷങ്ങൾ, ഇതൊക്കെ ഈ നന്മ പ്രവൃത്തിയൊക്കെ ചെയ്യുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എന്നെ അതിനുവേണ്ടി ഒരുക്കുക. എന്നെ ആത്മാവ് നദിയാൽ നിറയ്ക്കണമേ. എനിക്ക് മുട്ടോളം പോരാ, അരയോളം പോരാ, എനിക്ക് നീന്തണം. പരിശുദ്ധാത്മ നദിയിൽ നീന്താൻ ആഗ്രഹമുണ്ടെന്ന് പറ. അപ്രകാരം ഒരു ഇൻഫില്ലിംഗ് വേണം അല്ലേ? അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ അവരെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫയറാണ്, അഗ്നിയാണ് വന്ന് അവരുടെ മേൽ പതിച്ചത്. പിന്നെ അവർ ഒഴുകാൻ തുടങ്ങി, നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. എഫേസസിലേക്ക് പോയി, കൊറിന്തിലേക്ക് പോയി, ഫിലിപ്പിലേക്ക് പോയി, ഗലാത്യയിലേക്ക് പോയി, എല്ലായിടത്തും യേശുവിൻ്റെ വിറ്റ്നസ്സായി, സാക്ഷിയായി. അങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ പോയിരുന്ന അടുക്കളയിൽ കുത്തിയിരുന്ന് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന അഭിഷേകം തരുന്നത്. നമ്മുടെ ഡ്യൂട്ടി എല്ലാം ചെയ്യണം, നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ മക്കളെ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കർത്താവിന് വേണ്ടി മുൻസ്ഥാനം കൊടുത്ത്, അതൊക്കെ ചെറുതായിട്ട്, ഒത്തിരി സമയമൊന്നും അടുക്കളയിലൊന്നും ആരും ചിലവാക്കണ്ട, ഒത്തിരി വലിയ കുക്കിംഗ് ഒന്നുമില്ല. എല്ലാം ഇപ്പം ഈസിയാണല്ലോ, എല്ലാം ഇൻസ്റ്റൻ്റാണ്. എല്ലാ മിക്സിയുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാം ഉണ്ടല്ലോ, സ്റ്റൗവൊക്കെ എല്ലാം ഓട്ടോമാറ്റിക് ആണല്ലോ ഇപ്പോൾ. പണ്ട് പോലെ വെള്ളം കോരണ്ട, തീ അടുപ്പ് വേണ്ട അല്ലേ, എന്തു വലിയ വിറക് കയറണ്ട, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പണ്ട്. പക്ഷേ അതൊന്നുമില്ല, ഇപ്പോൾ എല്ലാം ഈസി ആയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുക്കിംഗ് ഓൾസോ ഷുഡ് ബി സിമ്പിൾ. പിന്നെ ദൈവത്തിന് വേണ്ടി അധികം സമയം മാറ്റിവെക്കാൻ എല്ലാ സ്ത്രീകളും, എല്ലാ പുരുഷന്മാരും, എല്ലാ യൗവനക്കാരും അത് ഓർക്കണം. കർത്താവിന് മുൻസ്ഥാനം കൊടുക്കുവാനും ദൈവത്തിന് വേണ്ടി ഒരു നദിയായി ഒഴുകുവാനും എന്നെ സഹായിക്കണമെന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. കർത്താവേ, പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം ആശിക്കുന്ന ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവേ. ആശയുള്ളവരെല്ലാം അങ്ങ് നിറച്ച് അവരെ ഒരു പരിശുദ്ധാത്മ നദിയിലേക്ക് നയിക്കണം. അവർ നീന്താനുള്ള കർത്താവ് എപ്രകാരം ഒരു പ്രഭാതത്തിൽ അവർ let them be possessed by the Holy Spirit. Every evil spirit power go from their families, go from their life in Jesus' name. പരിശുദ്ധാത്മാവിനെ നിറച്ച് അവരെ അങ്ങയുടെ സാക്ഷി ഉപയോഗിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.